നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ 14ാമത്തെ പാഠത്തിൻ്റെ ഫിഖ്ഹിലെ 14ാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പാഠത്തിൽ കുറേ ദിക്റുകൾ കാണാതെ പഠിക്കാനാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലേ ഈ പാഠം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയുള്ളൂ. പരീക്ഷൻ്റെ തലേന്ന് മാത്രം നോക്കിയിട്ടൊന്നും ഈ പാഠം പരീക്ഷ എഴുതാൻ കഴിയില്ല. കാരണം അത്രമാത്രം ഇതിൽ കാണാതെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് നോക്കാം. നിസ്കാരം എന്താ പാഠത്തിൻ്റെ പേര്? നിസ്കാരശേഷം. നിസ്കാരം നമ്മൾ കഴിഞ്ഞു അല്ലേ? നിസ്കാരശേഷം ദിക്റുകളും ദുആവും സുന്നത്തുണ്ട്. ഇവിടെ വരുന്നൊരു ചോദ്യം, നിസ്കാരശേഷം ഡാഷ് എന്താണ്? ദിക്റുകളും ദുആവും സുന്നത്തുണ്ട്. എന്താണ്? നിസ്കാരശേഷം ദിക്റുകളും ദുആകളും സുന്നത്തുണ്ട്. അല്ലെങ്കിൽ നിസ്കാരശേഷം ദിക്റുകളും ദുആകളും ഡാഷ് സുന്നത്തുണ്ട്. സലാം ഊട്ടിയ ഉടനെ ഇവ ചൊല്ലുക. എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 തവണ ചൊല്ലുക. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, നിസ്കാര ശേഷം 3 തവണ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇനി ഇതൊക്കെ ദിക്റുകളാട്ടോ, ഇത് ഫുള്ള് കാണാൻ പഠിക്കുക. അൽ ഖദീം അൽ കരീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതിയത്തിൻ വതൂബു ഇലൈഹി അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജുസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വസ്നി ഇബാദതിക വതൗഫീഖ തആതിക വഈമാനിക യാ അല്ലാഹ്. പിന്നെ ആയത്തുൽ കുർസി 1 തവണ. ഈ തവണ ഓർത്ത് വെച്ചോളൂ. എത്ര തവണയാണ്? ആയത്തുൽ കുർസി 1 തവണ. ഇനി ഇവിടെ ഈ ദിക്റുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറേ ദിക്റ് വന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളെങ്കിലും പഠിക്കുക. അതാ അൽ ഖദീം അൽ കരീം വന്നിട്ടുണ്ട്. അൽ ഖദീം അൽ കരീം ഇവിടെ അതാ അൽ ഖദീം അൽ കരീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതിയത്തിൻ വതൂബു ഇലൈഹി. അപ്പോൾ ഇത് പഠിക്കാം. പിന്നെ വന്നത് ഏതാ നോക്ക്, അല്ലാഹുമ്മ അൻതസ്സലാം എന്നുള്ളതാണ്. അല്ലാഹുമ്മ അൻതസ്സലാം. അപ്പോൾ ഇതും വന്നു അല്ലേ? മിൻകസ്സലാം വഇലൈക യർജുസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആല. അടുത്ത് യാദൽ ജലാലി വൽ ഇക്റാം വരെ വന്നു. അടുത്ത് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. അപ്പോൾ എല്ലാം വന്നിട്ടുണ്ട് അവിടെ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. അപ്പോൾ അവിടെ വന്ന സ്ഥിതിക്ക് എല്ലാം പഠിക്കേണ്ടി വരും. ഇതും വന്നു അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക. അപ്പോൾ എല്ലാം പഠിക്കണം, വേറെ നിർവാഹമല്ല. പിന്നെ തവണ ഓർത്ത് വെക്കുക. ആയത്തുൽ കുർസി 1 തവണയാണ്, അസ്തഗ്ഫിറുല്ലാഹ് 3 തവണയാണ്. അടുത്ത സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ. ഇവിടെ ചോദ്യം വരെ 33 തവണ ചൊല്ലേണ്ട ദിക്റുകൾ ഏതെല്ലാം? സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്ന് എഴുതണ എങ്ങനെ നോക്കട്ടോ. പിന്നെ അൽഹംദുലില്ലാഹ് എങ്ങനെ എഴുത്? അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 1 തവണ. അപ്പോൾ തവണകൾ ഓർമ്മയുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ് 3 തവണ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം 3 തവണ, പിന്നെ ആയത്തുൽ കുർസി 1 തവണ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എല്ലാം 33 തവണ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അത് ആ ദിക്ർ 1 തവണ. ഇതൊക്കെ കാണാൻ പഠിക്കുക. അടുത്ത് വേറൊരു തവണ ദാ എത്ര വട്ടം? ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 വട്ടം. 10 കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 10. ഇനി 2 നിസ്കാരങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഏതൊക്കെ? സുബഹ് മഗ്രിബ് അല്ലേ? സുബഹ് മഗ്രിബ്. ഈ സുബഹ് മഗ്രിബ് എന്നീ നിസ്കാരങ്ങൾ കഴിഞ്ഞ ഉടനെ അതേ ഇരുത്തത്തിൽ, ഇവിടെ ചോദ്യം വരും, അതേ ഇരുത്തത്തിൽ താഴെ പറയുന്ന ചൊല്ല് സുന്നത്താണ്. അപ്പോൾ അതേ ഇരുത്തത്തിൽ നിന്നുള്ള പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതേ ഇരുത്തത്തിൽ ചെല്ലേണ്ടത്? അഥവാ നിസ്കാരം സലാം വീട്ടിയിട്ട് പിന്നെ ഇങ്ങനെ കുഴിയാന പോകുന്ന പോലെ ബാക്കോട്ട് പോകാൻ പാടില്ല. എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നിട്ട് ചെല്ലണം. എന്താ ചെല്ലേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 തവണ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 തവണ. 10 7 കേട്ടോ. 17. 10ഉം 7ഉം. പിന്നെ ദുആവും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാ ഇവിടെ പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട്. വലിയ ദുആ ആണ്. നേരത്തെ പഠിച്ച കുട്ടികൾക്ക് എളുപ്പമുണ്ട്. ഇനി കഴിയുന്ന അത്ര പഠിക്കുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ചോദ്യോത്തരത്തിലേക്ക് പോവാണ്. ഉത്തരം പറയാം. എന്താണ്? സുബഹ് മഗ്രിബ് എന്നീ നിസ്കാരങ്ങൾ കഴിഞ്ഞ ഉടനെ അതേ ഇരുത്തത്തിൽ എന്താണ് ചൊല്ലേണ്ടത്? എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അടുത്ത എന്താണ്?
എല്ലാ നിസ്കാര ശേഷവും 3 തവണ ചൊല്ലേണ്ടത് എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എഴുതിനെ പഠിക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അടുത്ത് 33 തവണ ചൊല്ലേണ്ട ദിക്റുകൾ ഏവ? 33 തവണ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പൂരിപ്പിക്കാനുള്ളത്, പിന്നെ ദുആവും. ഇനി നമ്മൾ 15ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. എന്താണ് 15ാമത്തെ പാഠം? സ്വലാത്തുൻ നഫ്ല്, സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഈ പാഠത്തിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫർളായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർള് നിസ്കാരവും സുന്നത്തുകളിൽ സുന്നത്ത് നിസ്കാരവുമാണ്. എന്താണ് ഈ പറഞ്ഞത്? എന്താ ഫർളായ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഫർളായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത്, ഏറ്റവും പുണ്യമുള്ളത് ഏതാണ്? ഫർള് നിസ്കാരമാണ്. ഫർളായ കാര്യങ്ങൾ കുറേ ഉണ്ടോ? ഉണ്ട്. നിസ്കാരമല്ലാത്ത കുറേ ഫർളുണ്ട്. ഞാൻ പറയാം. ഇപ്പം നമ്മൾ നോമ്പ് വെൽക്കും. ഇനിയിപ്പോൾ നമ്മൾ മദ്രസ പൂട്ടി റമദാനായ നോമ്പ് വെൽക്കും. നോമ്പ് വെൽക്കൽ ഫർളല്ലേ? ആണ്. അപ്പോൾ നോമ്പ് വെൽക്കലാണോ വലിയ പുണ്യം, നിസ്കരിക്കലാണോ വലിയ പുണ്യം? നിസ്കാരത്തിനാണ് വലിയ ഫർള്, വലിയ കൂലിയുള്ളതും വലിയ പുണ്യമുള്ളതും. അതാ പറയുന്നത്. ഫർളുകാരായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ഫർള് നിസ്കാരമാണ്. ഇനി സുന്നത്തായ കാര്യങ്ങളിൽ ഏറ്റവും സുന്നത്ത് ഏതാണ്? ഏറ്റവും വലിയ പുണ്യമുള്ളത് ഏതാണ്? സുന്നത്ത് നിസ്കാരവുമാണ്. അടുത്ത ഫർള് നിസ്കാരങ്ങളോട് അനുബന്ധിച്ചുള്ള, എന്താ അനുബന്ധിച്ച് പറഞ്ഞാല് ഫർള് നിസ്കാരത്തിന്റെ ഒപ്പം അതിന്റെ കൂടെ സുന്നത്ത് നിസ്കാരങ്ങളായ റവാത്തിബ് 22 റക്അത്തുകളുണ്ട്. ഇവിടെ ചോദ്യം 2 ചോദ്യമാണ്. എന്താണ് റവാത്തിബ്? 2, എത്രയാണ് റവാത്തിബ് നിസ്കാരങ്ങൾ? എന്താണ് റവാത്തിബ്? ഫർള് നിസ്കാരങ്ങളോട് അനുബന്ധിച്ചുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് റവാത്തിബ്. എത്ര റക്അത്താണ്? 22. അപ്പൊ ഏതൊക്കെ സമയത്താണ് 22 റക്അത്ത്? നോക്കാം. ഇതെന്താണ്? നിസ്കാരം മുമ്പ് ശേഷം. 5 നിസ്കാരത്തിന്റെ പേര് അതെല്ലാവർക്കും അറിയാം. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹ്. ഇനി ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ശേഷം 4. അപ്പൊ എത്രയായി? 8. നമുക്കിവിടെ കൂട്ടി നോക്കണം കേട്ടോ. 8. അടുത്ത അസറിന്റെ മുമ്പ് 4, അപ്പോൾ 8 പിന്നെ 4. അടുത്ത മഗ്രിബിന്റെ മുമ്പ് 2, ശേഷം 2, അപ്പൊ എത്രയായി? 4. അടുത്ത ഇഷായിന്റെ മുമ്പ് 2, ശേഷം 2, അപ്പൊ എത്രയായി? 4. അടുത്ത സുബഹിന്റെ മുമ്പ് 2, ശേഷം ഇല്ല. ഇത് മൊത്തം കൂട്ടി 22 കിട്ടുന്നുണ്ടോ നോക്ക്. 1 4 4 24 8 3 4 12 4 16. 16ഉം 8 എത്ര? 22. കണ്ടോ? അപ്പൊ 22 റക്അത്താണ് ഒരു ദിവസം ഉണ്ടാവുക. ഓക്കെ. ഇനി ശക്തമായ സുന്നത്തുള്ള, അപ്പൊ ഇത് മൊത്തം സുന്നത്ത് തന്നെയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ കൂലി ഉള്ളതുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ പറഞ്ഞ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ എന്താ വ്യത്യാസം? അവിടുത്തെയും ഇവിടുത്തെയും എണ്ണം വ്യത്യാസം ഉണ്ടാവും. ഇത് സുന്നത്തായതാണ്, മൊത്തം സുന്നത്തുള്ളത് തന്നെയാണ്. ഇതൊക്കെ 22 റക്അത്തും സുന്നത്ത് തന്നെയാണ്. പക്ഷെ ആ സുന്നത്തിൽ ഏറ്റവും കൂലിയുള്ള സുന്നത്ത്, ഏറ്റവും പ്രധാന ശക്തിയായ സുന്നത്ത്, ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുന്ന സുന്നത്ത്, അതാണ് ളുഹറിന്റെ മുമ്പ് 2, ശേഷം 2. അപ്പൊ 2 2 എത്ര? 4. മഗ്രിബിന്റെ ശേഷം 2, മുമ്പില്ല. ഇവിടെ മുമ്പുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ ഇവിടെ ഉള്ളത് സുന്നത്തേ ഉള്ളൂ, ശക്തിയായ സുന്നത്തില്ല. അപ്പൊ 2. ഇഷായിന്റെ ശേഷം 2, സുബഹിന്റെ മുമ്പ് 2, അപ്പൊ എത്രയായി? 4 8 8 2 10. അപ്പൊ ടോട്ടൽ എത്രയാണ്? 10. അപ്പൊ ചോദ്യം, ശക്തിയായ സുന്നത്തുള്ള റവാത്തിബ് സുന്നത്തിന്റെ എണ്ണം എത്രയാണ്? 10. മൊത്തം റവാത്തിബ് സുന്നത്തിന്റെ എണ്ണം എത്ര? 22. 22. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാൻ പോകണം. ഈ റവാത്തിബ് 22 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും വലിയ പുണ്യമുള്ളൊരു നിസ്കാരമുണ്ട്. അതേതറിയോ? ഇതാണ് വിത്ർ നിസ്കാരം. റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. അപ്പൊ വിത്ർ നിസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്തിനേക്കാളും? 22 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നതിനേക്കാളും വലിയ പുണ്യം എന്തിനുണ്ട്? വിത്ർ നിസ്കാരത്തിനുണ്ട്. വിത്ർ നിസ്കാരം റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. അപ്പൊ ഇത് നിങ്ങൾ കാണാൻ പഠിക്കണം. വിത്ർ നിസ്കാരം റവാത്തിനേക്കാൾ എന്താണ്? ശ്രേഷ്ഠമായതാണ്. അല്ലെങ്കിൽ റവാത്തിനേക്കാൾ ശ്രേഷ്ഠമായ നിസ്കാരം ഏത്? വിത്ർ നിസ്കാരം. ഇനി അടുത്ത ചോദ്യം, വിത്ർ നിസ്കാരത്തിന്റെ സമയം എപ്പോൾ? ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ്. നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഇങ്ങനെ നിസ്കാരമുണ്ട്. എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെ. ഫജ്ർ പറഞ്ഞാൽ സുബഹി വരെ.
അപ്പോൾ ഇശാ നിസ്കരിച്ചത് മുതൽ സുബൈ വരെ എന്ന് പറഞ്ഞാൽ മതി. ഇനി വിത്ർ നിസ്കാരം 3 രൂപത്തിൽ നിസ്കരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത്. ഒരു റക്അത്തുള്ള നിസ്കാരം ഉണ്ടാവുമോ? ഉണ്ടേ, അതാ പറയുന്നത് 1 റക്അത്ത്. ഇനി വിത്ർ നിസ്കാരം കൂടിയാൽ ഏറ്റവും മാക്സിമം എത്രയാണ്? 11. ഇനി വിത്ർ നിസ്കാരം പരിപൂർണതയിൽ ഏറ്റവും കുറഞ്ഞത് 3 റക്അത്ത്. ഇപ്പോൾ വിത്ർ നിസ്കാരത്തിന് 3 സ്റ്റെപ്പ് ഉണ്ട്. മിനിമം, മാക്സിമം, പിന്നെ പരിപൂർണതയിൽ പൂർണ്ണമായത്, പരിപൂർണതയിൽ കുറഞ്ഞത്, പരിപൂർണതയിൽ മിനിമം, മിനിമം മാക്സിമം, പരിപൂർണതയിൽ മിനിമം. 2 മിനിമം ഉണ്ട് കേട്ടോ. അപ്പോൾ ചുരുങ്ങിയത് 1 റക്അത്ത്, മാക്സിമം 11 റക്അത്ത്, പരിപൂർണതയിൽ 3. അപ്പോൾ എത്ര കണക്ക് നോക്കണം? 3 കണക്ക്. 1 11 3, 1 11 3, അത് ഓർത്ത് വെച്ചാൽ മതി. 1 11 3 കേട്ടോ. അടുത്ത വിത്തറിന്റെ അവസാനം 3 റക്അത്തുകളിൽ ഓതേണ്ട, അപ്പോൾ ഈ പേജ് ഫുള്ള് വിത്തറിന് വേണ്ടി മാറ്റി വെച്ചാ കേട്ടോ. വിത്തറിന്റെ അവസാനം 3 റക്അത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ. വിത്തർ മൊത്തം എത്ര റക്അത്താണ്? 11. അപ്പോൾ അവസാനത്തെ 3 റക്അത്തിൽ ഓതേണ്ടത് എന്താണ്? ഒന്നാമത്തേതിൽ എന്ന് പറഞ്ഞാൽ വിത്തർ അവസാനം 3 റക്അത്താണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതിൽ സബ്ബിസ്മ റബ്ബിക്കൽ അയല. അയല സൂറത്ത് പറഞ്ഞാൽ ഏത് സൂറത്താണ്? സബ്ബിസ്മ. അടുത്ത രണ്ടാമത്തതിൽ കാഫിറൂന, ഏത് സൂറത്താ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എഴുതിയാലും മാർക്ക് കിട്ടും, അൽ കാഫിറൂൻ എഴുതിയാലും മാർക്ക് കിട്ടും. അടുത്ത മൂന്നാമത്തതിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു, അങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ 2 സൂറത്ത്, ഖുൽ റബ്ബിൽ ഫലക്കും ഖുൽ റബ്ബിൻ നാസും. അപ്പം 3 റക്അത്തിൽ എത്ര സൂറത്ത് ഓതണം? കണ്ടോ, 3 സൂറത്ത് ഓതണം. കണ്ട 3 റക്അത്തിൽ 3 സൂറത്ത് ഓതാം. അങ്ങനെ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ പണ്ട് പഠിച്ച എന്താണ്? 1 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1 സൂറത്ത് ഓതാന്ന് പഠിച്ചേ അല്ലേ? ഇവിടെ അങ്ങനെയല്ല, ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് 3 സൂറത്ത് ഓതണം. അപ്പൊ വിത്ർ നിസ്കാരത്തിൽ നമ്മൾ പുതിയ വെറൈറ്റി പഠിച്ചു. എന്താണ്? 1 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും വിത്ർ അല്ലേ? ആ 1 റക്അത്തിൽ തന്നെ 3 സൂറത്ത് ഓതാ. ഏതൊക്കെ? ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി. ഇത് നിർബന്ധമായും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് മറ്റു പ്രധാന സുന്നത്ത് നിസ്കാരങ്ങൾ. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് സുന്നത്ത് നിസ്കാരം, ഒരു 3 സുന്നത്ത് നിസ്കാരങ്ങളെ പേരെഴുതുക എന്ന് പറയും. അപ്പം എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ പഠിച്ച വിത്തറാണ്, റവാത്തിബും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാത്തതാണ് റമളാനിൽ നമ്മൾ നിസ്കരിക്കുന്ന 20 റക്അത്ത് നിസ്കാരം ഉണ്ട്. അതെന്താണ്? തറാവീഹ്. ഇനി രാവിലെ ഒരു മദ്രസ വിടുന്ന സമയം അല്ലെങ്കിൽ മദ്രസന്റെ സമയം ആയിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ളുഹാ നിസ്കാരം. അടുത്ത് പള്ളി കയറി നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹയ്യത്ത്. അങ്ങനെ നിസ്കാരമുണ്ട് പള്ളി കയറിയാൽ. പിന്നെ രാത്രി സുബൈൻ്റെ മുമ്പ് എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. പിന്നെ 2 പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം. ഇതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ് 2 പെരുന്നാൾ നിസ്കാരം അല്ലേ? പെരുന്നാൾ നിസ്കാരത്തിന് എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോൾ 2 പെരുന്നാൾ നിസ്കാരം, പിന്നെ റമളാനിലുള്ള തറാവീഹ്, പിന്നെ പള്ളി കയറിയുള്ള നിസ്കാരം തഹയ്യത്ത്, പിന്നെ തഹജ്ജുദ്. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ ചോദ്യോത്തരത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഫർള് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏതാണ് ശ്രേഷ്ഠമായത്? ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളടുത്ത് ഫർള് നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരമുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ഉത്തരം ഫർള് നിസ്കാരം എന്നാണ് കേട്ടോ. റവാത്തിബ് നിസ്കാരം എന്താണ്? ഫർള് നിസ്കാരങ്ങളോട് അനുബന്ധിച്ചുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് റവാത്തിബ്. അടുത്തത്, വിത്ർ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? വിത്ർ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഒന്നാമത്തേതിൽ സബ്ബിഹിസ്മ, രണ്ടാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മൂന്നാമത്തേതിൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ. അടുത്ത്, വിത്ർ നിസ്കാരത്തിന്റെ സമയം എപ്പോൾ? ഇത് നിർബന്ധം, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് വരാൻ സാധ്യത ഉണ്ട്. എന്താണ്? ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ്, അല്ലെങ്കിൽ ഇശാ നിസ്കരിച്ചത് മുതൽ സുബൈ വരെയാണെന്ന് എഴുതിയാലും മതി. അടുത്തത്, എണ്ണം പറയാം. ശക്തമായ സുന്നത്തുള്ള റവാത്തിബ് നിസ്കാരം എത്രയാണ്? 10. അടുത്ത്, വിത്ർ നിസ്കാരം കുറഞ്ഞത് മിനിമം 1, കൂടിയത് 11, പരിപൂർണതയിൽ കുറഞ്ഞത് 3. ഇനി ഇത് ക്രമ നമ്പറിലാക്കാം. അതായത് നിസ്കാരത്തിന്റെ 14 ഫർളുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫാത്തിഹ ഓതൽ, 1-ാം സലാം വീട്ടൽ, നിയ്യത്ത്, അവസാനത്തെ അത്തഹിയ്യാത്ത്, ഇങ്ങനെ 14 ഫർള് ഓർഡർ തെറ്റിച്ച് തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളോട് ഓർഡർ ആക്കാനാ പറയുന്നത്. ഇത്
പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷെ ഇതൊന്നിച്ച് വരൂല. പിന്നെ എന്താ ചെയ്യുക? ഇതിൽ നിന്നൊരു പകുതി എടുക്കും, എന്നിട്ട് ഈ പകുതി ഓർഡർ ആക്കാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് 14 ഫർളും ക്രമത്തിൽ ഓർമ്മ വേണം. അപ്പൊ എഴുത്തിദാല് കഴിഞ്ഞാൽ എന്താ അത് നിങ്ങൾ പഠിക്കുക. അങ്ങനെ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് പഠിക്കുക. സുജൂദ് കഴിഞ്ഞാൽ എന്താ, സുജൂദിന്റെ ഇടയിലിരുത്തം കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ ഓരോ ഫർളുകളും നെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാം. ഇവിടെ ഫാത്തിഹ ഓതലാണ് ആദ്യം കൊടുത്തത്, തെറ്റാണ്. ഒന്ന് ഫാത്തിഹ ഓതലാണോ? അല്ല. ഒന്ന് ഏതാണ്? നിയ്യത്താണ് അല്ലെ. അപ്പൊ ഒന്ന് നിയ്യത്ത്, രണ്ടെന്താണ്? നിയ്യത്തോടു കൂടി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ. അങ്ങനെ ഓരോന്നും ക്രമത്തിലാക്കാനാണ്. അതാണ് ഈ പാഠം. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാ